ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കാം. അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ഏലക്കയും കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഈ ഒരു സ്നാക്കിന് വേണ്ടുന്ന ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഓയിലാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ മുട്ടയും പഞ്ചസാരയും ഓയിലും എല്ലാം കൂടി നല്ലപോലെ ഈ ഒരു പരുവത്തിനൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് മൈദാപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1.5 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പാലൊഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കണം. ഒരുപാട് ലൂസായി പോവല്ല. അതുകൊണ്ട് നമ്മൾ പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം ഇതൊന്ന് കലക്കിയെടുക്കാൻ. മൊത്തത്തിൽ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ തന്നെ വേണം ഈ മാവ് ഒന്ന് കലക്കിയെടുക്കാൻ. ഇപ്പം ഈ ഒരു പരുവത്തിന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടായി ഈ ഒരു പാനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തവി മാവ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് പരത്തി കൊടുക്കണേ, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. ഇനി ഇതൊരല്പസമയം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ മുകൾ ഭാഗമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരുപാട് അങ്ങ് വെച്ച് കൊടുക്കേണ്ട, എന്നാൽ നമുക്ക് മടക്കി എടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്ത് 2 സൈഡും കൂടി ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു സൈഡൊന്ന് കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അങ്ങനെ മൈദാപ്പൊടിയും തേങ്ങയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.